അസോസിയേറ്റ് സ്പോൺസർ പുളിമുട്ടിൽ സിൽക്സ്, ചിന്നക്കട, കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി കടുത്ത പോരാട്ടം. കണ്ണൂർ മുന്നേറ്റം തുടരുന്നു. കോഴിക്കോടും പാലക്കാടുമാണ് തൊട്ടുപിന്നിൽ. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഏതൊക്കെ മത്സരങ്ങളാണ് ഇപ്പോൾ വേദിയിൽ പുരോഗമിക്കുന്നത്? ഹരിത, പ്രധാനമായും ഇന്ന് 22 ഇനങ്ങളിലാണ്, 24 വേദികളാണ് ഉള്ളതെങ്കിലും 22 വേദികളിലാണ് മത്സരങ്ങളുള്ളത്. അതിൽ തന്നെ 2 വേദികളിൽ മത്സരമില്ല. ഒന്ന് സി കേശവ മെമ്മോറിയൽ ടൗൺ ഹാൾ, ജയൻ സ്മൃതി, നടൻ ജയന്റെ പേരിലുള്ള 4ാമത്തെ വേദിയിൽ മത്സരമില്ല. ഒപ്പം തന്നെ മറ്റൊന്ന് മത്സരമില്ലാത്തത് കൊല്ലം ശരത്ത് സ്മൃതിയിലാണ്, കർബല ഗ്രൗണ്ടിലാണ് മറ്റൊന്ന് മത്സരമില്ലാത്തത്. മറ്റെല്ലായിടത്തും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. എൻ്റെ തൊട്ടുപിറകിൽ പ്രധാന വേദിയായ ONV സ്മൃതി ആശ്രാമം മൈതാനത്ത് ഇപ്പോൾ ഭരതനാട്യം ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരം പുരോഗമിക്കുകയാണ്. അത് കഴിഞ്ഞ് സംഘനൃത്തമാണ്, ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തമാണ് ഉച്ചകഴിഞ്ഞ് ഈ വേദിയിൽ അരങ്ങേറേണ്ടത്. 2ാമത്തെ വേദിയായ ഓമാധവൻ സ്മൃതിയിൽ നാടകം ഹൈസ്കൂൾ വിഭാഗമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ 3ാം വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കേരള നടനം പുരോഗമിക്കുന്നു. 5ാമത്തെ വേദിയിൽ, 4ാമത്തെ വേദിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മത്സരമില്ല എന്നുള്ളതാണ്. 5ാമത്തെ വേദിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ചവിട്ട് നാടകം പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ 6ാമത്തെ വേദിയിൽ ബോയ്സിൻ്റെ ആൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചുപ്പുടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തൊട്ടടുത്ത വേദി 7ൽ പെൺകുട്ടികളുടെ മോണോ ആക്ട് ഹൈസ്കൂൾ വിഭാഗം നടക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത വേദി സാംബശിവന്റെ പേരുള്ള വേദിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ദേശഭക്തി ഗാനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സാംബശിവന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വേദിയിൽ, അതേ വേദിയിൽ തന്നെയാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം കഥാപ്രസംഗം നടക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിനുള്ള ഒരു ആദരം കൂടിയായിട്ടാണ് നമ്മൾ ഈ വിലയിരുത്തപ്പെടേണ്ടത്. മറ്റൊന്ന് 9ാമത്തെ വേദിയിൽ ശാസ്ത്രീയ സംഗീതം ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ശാസ്ത്രീയ സംഗീതം അരങ്ങേറുന്നു. അറബിക് നാടകമാണ് 10ാമത്തെ വേദിയായ തേവർത്തോട്ടം സുകുമാരൻ സ്മൃതിയിൽ നടക്കുന്നത്. അത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റൊന്ന് വിവർത്തനം, ഹൈസ്കൂൾ വിഭാഗം വിവർത്തന മത്സരം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് 11ാമത്തെ വേദിയിൽ. അത് കഴിഞ്ഞ് പോസ്റ്റർ രചനാ മത്സരം തുടങ്ങിയിരിക്കുന്നു. 12ാമത്തെ വേദിയിൽ പാഠകമാണ്, ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പാഠകം. അത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് ഗാനാലാപനമാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ. ഒപ്പം തന്നെ കഥകളി സംഗീതമാണ് 13ാമത്തെ വേദി അച്ചാണി രവി സ്മൃതിയിൽ നടക്കുന്നത്, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇന്ന് ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കഥകളി സംഗീതമായിരുന്നു. അത് കഴിഞ്ഞ് ആൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗം കഥകളി സംഗീതമുണ്ട്. ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കഥകളി സംഗീതവും അതേ വേദിയിൽ തന്നെ പിന്നീട് വൈകിട്ട് നടക്കും എന്നുള്ളതാണ്. കൂടാതെ 14ാമത്തെ വേദി ദേവരാജൻ മാഷുടെ സ്മൃതിയായിട്ടുള്ള 14ാമത്തെ വേദിയിൽ കൂടിയാട്ടം, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം കുട്ടികളുടെ കൂടിയാട്ടമാണ് നടക്കുന്നത്. 15ാമത്തെ രവീന്ദ്രൻ മാഷുടെ പേരുള്ള സ്മൃതി വേദിയിൽ നടക്കുന്നത് വയലിനാണ്. വിവിധ ഇനങ്ങളിലുള്ള വയലിൻ മത്സരങ്ങളാണ് ഇന്ന് മൊത്തമായി അവിടെ പുരോഗമിക്കുന്നത്. 16ാമത്തെ വേദിയിൽ മിമിക്രി മത്സരം നടക്കുന്നു. ഒപ്പം വൃന്ദവാദ്യം മത്സരം വൈകിട്ട് നടക്കും. ഒപ്പം തന്നെ സംഘഗാനം, ലളിതഗാനം എന്നിവയാണ് 17ാം വേദിയിൽ നടൻ ഗീതാ സലാമിൻ്റെ ഓർമ്മയിലുള്ള വേദിയിൽ നടക്കുന്നത്. വിനയചന്ദ്രൻ്റെ ഓർമ്മയുള്ള വേദിയിൽ 18ാമത്തെ വേദിയിൽ മാപ്പിളപ്പാട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗവും അത് കഴിഞ്ഞ് വൈകിട്ട് സംഘഗാനവും ഉറുദു വിഭാഗത്തിലുള്ള സംഘഗാനവും നടക്കും. 19ാമത്തെ വേദിയിൽ കാവ്യകേളിയും അക്ഷര ശ്ലോകവുമാണ്. 20ാം വേദിയിൽ കൊല്ലം ശരത് സ്മൃതിയിൽ മത്സരമില്ല എന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കഥാരചനയാണ് ഉറുദു വിഭാഗത്തിലുള്ള വിവിധ ഇനങ്ങളിലുള്ള കഥാരചനയാണ് 21ാമത്തെ വേദിയായ കുണ്ടറ ജോണി സ്മൃതിയിൽ നടക്കുന്നത്. KP അപ്പൻ സ്മൃതിയിൽ കവിതാരചന, കഥാരചന, ഉപന്യാസ രചന, ഇതെല്ലാം തന്നെ ഹിന്ദി വിഭാഗമാണ്, അതാണ് നടക്കുന്നത്. ഒപ്പം തന്നെ 23ാമത്തെ വേദി പന്മന രാമചന്ദ്രൻ നായരുടെ സ്മൃതിയിൽ നടക്കുന്നത് കഥാരചന സംസ്കൃതം, ഒപ്പം കവിതാരചന സംസ്കൃതം ആണ്. ഏറ്റവും അവസാനത്തെ വേദി 24ാമത്തെ വേദിയായ ശൂരനാട് കുഞ്ഞൻപിള്ള വേദിയിൽ നടക്കുന്നത് കവിതാരചന ഇംഗ്ലീഷ്, ഒപ്പം തന്നെ ഉപന്യാസ രചന ഇംഗ്ലീഷാണ് മത്സരം. അങ്ങനെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോയിന്റ് നിലയിൽ കണ്ണൂർ തന്നെയാണ് മുന്നോട്ടുള്ളത്. ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. കോഴിക്കോടും പാലക്കാടും തൊട്ടുപിറകിലുണ്ട്. ആരായിരിക്കും നാളെ കപ്പുയർത്തുക എന്നറിയാൻ ഇന്നത്തെ മത്സര ഫലങ്ങൾ ഏറെ നിർണായകമാണ്. നിലവിൽ ഇഞ്ചോടിഞ്ച് പോയിന്റ് നിലയിൽ ശക്തമായ രീതിയിൽ 3 ജില്ലകളും കുതിക്കുന്ന രീതിയിൽ ഇപ്പോൾ കണ്ണൂരാണ് മുൻപിലെങ്കിലും കോഴിക്കോട് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായിരുന്നു. ഒപ്പം തന്നെ പാലക്കാട് നേരത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള ജില്ലയാണ്. ഇവർ 3 പേരും ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നിലവിൽ കണ്ണൂരാണ് മുന്നിൽ. നാളെ ആരായിരിക്കും മുന്നിലെത്തുക എന്നുള്ളതാണ്. നാളെയാണ് കൊല്ലത്തെ ഈ ഇല്ലത്തുത്സവത്തിന് തിരശ്ശീല വീഴുക. അതിനുശേഷം നടൻ മമ്മൂട്ടിയുടെ പക്കൽ നിന്നും ആരായിരിക്കും ആ കപ്പ് വാങ്ങുക എന്ന് അറിയാൻ വേണ്ടി ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാനുള്ളത്. കൊല്ലം നിന്ന് ഏറ്റവും നല്ല അനുഭവം
അനുഭവവുമായി മറ്റൊരു കലോത്സവ നഗരിയിലേക്ക് അടുത്ത വർഷം നമുക്ക് പോകേണ്ടതുണ്ട്. അതിനായുള്ള ഏറ്റവും അന്തിമഘട്ട മത്സരങ്ങളാണ് ഇപ്പോൾ ഈ 4ാം ദിനം പുരോഗമിക്കുന്നത്. ഹരിത. ശരി, സംസ്ഥാന സ്കൂൾ കലോത്സവം സ്വർണ്ണക്കപ്പിനായുള്ള കടുത്ത പോരാട്ടം കണ്ണൂർ മുന്നേറ്റം തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് റിയാസ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രധാന വേദി